ഹെയർ പാക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അധികം മുടിയൊന്നും തിക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് തരച്ച് വളർന്നിരിക്കുന്നത് കണ്ടോ ഗൈസ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ കൊച്ചിനെ ഉണ്ടാക്കി വെച്ചേക്കും. കാണിച്ചോട് നമ്മുടെ ഹെയർ പാക്ക് ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇല്ലേ കുട്ടികളെ? ഇതാണ് സാധനം. നല്ല മണമാണ് കേട്ടോ. ഹലോ കുട്ടീസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പം മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഉലുവ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചതാണ്. പിന്നെ മറ്റേ ഹെയർ പാക്കിനുള്ള മൈലാഞ്ചി ഇല പിച്ചി എടുക്കണം. കാടളക്കി വെച്ചിരിക്കുന്നു. അത് സത്യത്തിൽ നമ്മുടെ പഴയ വീട്ടിൻ്റെ അടുത്തേ ഉള്ളൂ മൈലാഞ്ചി. ഇത് നമ്മൾ പുതിയ വീട്ടിൻ്റെ അടുത്തില്ല. അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചോദിച്ചതാണ്. അന്നേരം ആ അമ്മൂമ്മ പിച്ച് തന്നെ കേട്ടോ. ആ അമ്മൂമ്മ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞു അവൻ സീരിയലും കണ്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മ പിച്ച് തന്ന. ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു ഹെയർ സ്പ്രേ ഉണ്ടാക്കിയ ടൈമിൽ ഞാനത് എൻ്റെ ഹെയർ പാക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വെളിച്ചെണ്ണ ആൻഡ് നമ്മുടെ മൈലാഞ്ചി ഇല. മൈലാഞ്ചി ഇല കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം നമ്മുടെ പഴയ വീട്ടിലായിരുന്നു മൈലാഞ്ചി ഇല ഉള്ളത്. പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇവിടെയെങ്ങും അടുത്തില്ല. അവസാനം നമ്മൾ പോയി നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയല്ല കേട്ടോ. അവിടുത്തെ അമ്മമ്മ നമുക്ക് പിച്ച് തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും മൈലാഞ്ചി ഇലയൊക്കെ പിച്ച് തന്ന്. അങ്ങനെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് മൈലാഞ്ചി ഇല, ഫസ്റ്റ് വെളിച്ചെണ്ണ. പിന്നെ സവോളയാണ്, കുഞ്ഞു സവോളയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു സവോള, അല്ലെങ്കിൽ നോർമൽ നമ്മുടെ സവോളയാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ഉലുവയാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക്. കുതിർത്ത ഉലുവ. പിന്നെ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ, കറിവേപ്പില. പിന്നെ മിക്സിയുടെ ജാറ്. ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടുക, ഗിടുകിറാന്ന് അടിക്കുക, തലയിലോട്ട് വാരി പൊത്തുക. ഇത് തന്നെയാണ് പരിപാടി. അപ്പം എന്തായാലും കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ചെറിയ ജാർ എടുത്തത് നമ്മൾ അവളൊന്ന് കാണില്ല. അവളൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു. എന്നിട്ട് എന്താ വരാത്ത? വന്നോ കമോൺ ഇവളുടെ മുടിയുടെ രഹസ്യം എന്താ? ഇവൾക്ക് സത്യത്തിൽ ആക്ച്വലി ഇവളെ വന്ന ടൈമിൽ മുടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അധികം മുടിയൊന്നും തിക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് തരച്ച് വളർന്നിരിക്കുന്നത് കണ്ടോ ഗൈസ്? തരച്ച് വളർന്നിരിക്കുകയാണ്. നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ജാനിമോക്കും തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അവർ സത്യത്തിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ്, ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയേക്കുക. ഇനി അവളെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങള്. അവള് വരണം. നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻ്റ് ഇട്ട് 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അടിക്കുന്നത്. കാരണം പഠിപ്പിച്ചു കൊടുത്തത് ഞാന്. കേട്ടാ, ഐ ആം ഇൻ ദ സീ എന്ന്. പിന്നെ ഇതിൽ അവസാന ഇൻഗ്രീഡിയൻറ്റ് വെള്ളം ചേർക്കണം കേട്ടോ. ഒത്തിരി എണ്ണ ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് എല്ലാം അടിച്ചെടുത്തിട്ട് 2 സെക്ഷനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടേ ചേർക്കുന്നുള്ളൂ. കാരണം എണ്ണ ചേർക്കുന്നത് നമ്മുടെ ഹെയർ ഇത് ഉലുവയൊക്കെ പാക്ക് ഇടുന്ന ടൈമിൽ ഇത്തിരി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. അയ്യോ അപരാധം പറയുന്നു. അപരാധം എന്നല്ല അവതരണം ശരിയല്ലെന്ന് അവതാരകനൊന്നും സെൽഫി എടുത്ത ഇതിന്റെ അവതാരകൻ നല്ലോണം പേസ്റ്റ് ആവണം. പേസ്റ്റ്
സാധനം. നല്ല മണമാണ് കേട്ടോ. മൈലാഞ്ചിയിലൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഹെയർ. ടേസ്റ്റ് ഉണ്ട്. ഒരു ഐസ്ക്രീമിന്റെ കോക്കനട്ട് ഫ്ലേവർ ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു സംഭവമുണ്ട്. ഓ പ്രഹസനം ഗൈസ്. എന്നെ ഹെൽപ്പ് ചെയ്യണ ഏട്ടമ്പി. നല്ല രസമുണ്ട്. അമ്മായിമ്മയുടെ വേഷമാണ് നീ ഇങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവളുടെ അമ്മായിമ്മയും നാത്തൂനും തമ്മിലുള്ള മരുമോള് നാത്തൂനില്ല മരുമോള്. ശരിയാ. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള മറ്റേ സാധനങ്ങളില്ലേ നമുക്ക് ഏജ് ആയിട്ട് വൈറ്റ് സാധനം രണ്ടെണ്ണം ഞാൻ ഇവിടെ വരച്ചു തെറ്റായിരുന്നു മേക്കപ്പ്. ഇനി ഒരു കാര്യം പറയാം. ഈ ഹെയർ പാക്ക് ആക്ച്വലി നല്ല ഹെയർ ഫാൾ ഉള്ളവർക്കൊക്കെ തേക്കാൻ നല്ലതാണ്. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ കുറേ പേര് നമ്മുടെ ഹെയർ സ്പ്രേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അതുപോലെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ചെമ്പരത്തി താളിയും ഉണ്ട് കേട്ടോ. ചെമ്പരത്തി താളിയും നമ്മൾ ഇടയ്ക്കൊക്കെ തേക്കും. ഹെയർ ഡാമേജ് ആയി അല്ലേ ഊരിപ്പോണെന്നൊക്കെ തോന്നി ഇങ്ങനത്തെ കുറേ പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യും. ഹെന്നെ കുറേ പേര് പറയുന്നുണ്ട്. ഹെന്ന കടയിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. നമ്മൾ വീട്ടിലും ചെയ്യും കടയിലും പോയും ചെയ്യും കേട്ടോ. 2 ട്രിപ്പായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ അപ്ലൈ ചെയ്യും കേട്ടോ. ഏട്ടന് മുണ്ടിനീര് മുണ്ടിനീരായി. ഞാനിവിടെ മുണ്ടിനീരെന്നാ പറയണത്. വേണമെങ്കിൽ നിങ്ങൾ നൈറ്റ് ഹെയർ സ്പ്രേ എടുത്ത് തലക്കടിച്ച് കഴിച്ച് തണുത്ത ഹെയർ സ്പ്രേ ജിമ്മിന്ന് വന്ന് വിയർത്തിരിക്കുന്ന ആള് സ്വന്തമായിട്ട് എടുത്തടിച്ച. എന്നിട്ട് നൈറ്റ് ആണ് എന്നോട് പറയണ ഹെയർ സ്പ്രേ അടിച്ചത്. ഈ ചെവിയുടെ ബാക്ക് ചേട്ടാ ചേട്ടാ മിക്സിനെ കുടുകുടുകുടുകുടുന്ന് ആക്കണം. ഈ വെള്ളം ഒഴിക്കണം. ഞങ്ങൾ ഇഷ്ടം വെച്ചടിച്ചു. നല്ല രസം പോയട്ടെ. എന്തോ തിന്നാ വെളിച്ചെണ്ണ എന്ത് തേക്കാനാ? യെസ് ഗൈസ്, നമ്മൾ 2 ട്രിപ്പായിട്ട് ഇത് അരച്ചെടുത്ത് കേട്ടോ. ഇനി നമ്മൾ ഇത് ആക്ച്വലി ഇതായിട്ട് തന്നെ തേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയും കൂടെ ചേർത്തിട്ട് തേക്കാം. കാരണം എണ്ണ തേക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഡ്രൈ ആവാതിരിക്കാനാണ്. ഇത് ഉലുവയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത്തിരി ഡ്രൈനെസ് ഫീൽ ചെയ്യും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പാക്ക് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് തേക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് തേക്കരുത് കേട്ടോ. തലയ്ക്ക് ഇതൊക്കെ പിടിക്കും. ഇത് മുണ്ടുനീര് വന്നുണ്ടാ അതുപോലെയൊക്കെ വന്ന് കളയും. അതുകൊണ്ട് അങ്ങനെ തേക്കരുത്. പിന്നെ ജലദോഷം തുമ്മല് ഇല്ലെങ്കിൽ അല്ല കുറച്ചു നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം കേട്ടോ. കഴിഞ്ഞ സ്പ്രേയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാ. കുറച്ചു നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ആ തണുപ്പ് മാറിയിട്ട് വേണം തലയില്. പോവും. ബംഗാളി ഉണ്ടാടി. ബംഗാളികൾക്ക് ഒരു കുറവ്. നമ്മുടെ കേരളത്തിൽ പണി കഴിയ ആളുകളുണ്ടോടി. ഞങ്ങളാണോ നല്ലടി വന്ന് പണിയുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. സത്യത്തിൽ നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റ്, സൂപ്പർ സാധനമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഹെന്നയും. പിന്നെ ഒരു കുട്ടി നമ്മളോട് ചോദിച്ചായിരുന്നു ഹെയർ ഡ്രൈ ആണോന്ന്. എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ ഇതാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഹെയർ ആണോന്ന്. ഒരിക്കലും അല്ല. എൻ്റെ ജന്മന് ജനിച്ചപ്പോൾ ഉള്ള മുടിയായി. ഇത് പുറകിൽ പോലും മുടി എടുത്തിട്ടില്ല. മൊട്ട അടിച്ചിട്ടില്ല ഞാൻ എല്ലാരും കാണണം. നീ പറയുന്ന മനസ്സിലാവുന്നില്ല. പുറകിൽ പോലും മുടി എടുത്തിട്ടില്ലെന്ന്. ഇവിടെയൊക്കെ പറയുന്ന പുറകെ മുടി എടുത്തിട്ടില്ലെന്ന്. പുറകി മുടി എടുത്തിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ നീ ഇപ്പൊ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ പല കാര്യങ്ങളും എന്നെ
മുട്ട അടിച്ചിട്ടില്ല ആദ്യം ജനിച്ചിട്ട്. എന്താന്നറിയോ എന്റെ അടുത്ത് പറയും ഇത് മോളെ അഭിയെ അങ്ങനെ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ ഓരോ സാധനത്തിന്റെ പേര് പറയും. ഞാൻ ഈ ജന്മത്ത് കേട്ടിട്ടില്ലാത്ത പേര് എന്റെ അടുത്ത് പറയുന്നത് ഞാൻ വിചാരിക്കും ഇത് ശരിയായിരിക്കും കൊല്ലത്ത് ഇപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. ഇത് ഞാൻ ജനിച്ചപ്പോ അതിന്റെ അമ്മ പ്രസവിക്കുമ്പോ ഉള്ള മുടിയാണ് കേട്ടോ ഇത്. ഇത് എടുത്തിട്ടേ ഇല്ല, മുട്ട അടിച്ചിട്ടില്ല, അത് തന്നെ കാര്യം. പുറകെയും മുതുകത്തൊന്നുമല്ല. എന്തായാലും ആ മുടിയാണ്. ഈ ടെക്സ്ചറാണ്, ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഹെയർ കളർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹെയർ ഇടയ്ക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ അലമ്പാക്കാറുണ്ട്. ഇത്ര പരിപാടികളുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവളൊന്ന് കാണിച്ചു കൊടു. ഇരുന്നെങ്കിൽ മൂളിയും മുരുകയൊക്കെ ചെയ്യുമോ വെച്ച്. ഇതാണ് ഇവിടെ ഒരാളോട് ഇപ്പോട്ട് ഇത് കാണിച്ചു കൊടുക്കും. അച്ഛന്റെ മുടിയൊക്കെ ഇപ്പൊ ഞങ്ങളുടെ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ സെറ്റ് ആയത് കൊച്ചു ചോർപ്പനായിരിക്കണ കണ്ടോ. അപ്പൊ നമുക്ക് എടുക്കാം. ഫസ്റ്റ് പറയാൻ പറഞ്ഞു താടി ഇനി കട്ട് ചെയ്യല്ലേ. ഇനി നമ്മള് റോക്കി ബായ് ആക്കാൻ പോവാ. മറ്റേ റോക്കി ബായ് ബിഗ് ബോസിൽ വിചാരിക്കും. എടുക്കാം. പാപ്പൂനായിട്ട് നമ്മള് ഫസ്റ്റ് വെച്ചു കൊടുക്കണം. നോക്ക്, നല്ല ഫൈൻ പേസ്റ്റ് ആണ്. ഇത് കഴുകി കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ പേടിക്കേ വേണ്ട. പാപ്പു എന്നെ പരീക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ഇരുത്തിയേക്കുവാണല്ല. പാപ്പു പറഞ്ഞേ പെട്ടെന്ന് പോവാ മക്കളെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞ പെട്ടെന്ന് പോകുന്നു പറഞ്ഞു ഇവിടെ കൊണ്ട് ഇരുന്നിട്ട് പറയാളെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഇരുന്നേ മാറ്റി. അത് എന്തുള്ള കാരണമാണ് കേട്ടോ ഗൈസ്, മുടി നിർത്തി പോവാൻ പാട്. പാപ്പൂന്റെ ലെങ്ത് ഒന്നുമില്ല, അതുകൊണ്ട് കഴുകി കളയാൻ എളുപ്പം. ആൺകുട്ടിയൊക്കെ ലെങ്ത് ഇല്ലെങ്കിൽ പാടില്ല കേട്ടോ കഴുകാൻ. തണുപ്പുണ്ട്. പിന്നെ ഐസ് വെച്ചില്ല, അതാ സാധനങ്ങളിലേക്ക്. ഫ്രിഡ്ജ് വെച്ച് 3-4 ദിവസമൊക്കെ ഉപയോഗിക്കാണ്. പക്ഷെ നമ്മള് ഫ്രിഡ്ജിൽ ഒന്നും വെച്ചില്ല. ഇപ്പം ഉണ്ടാക്കി എടുത്താൽ തലേ തീരും. നല്ലോണം മാറി പൊത്തിക്കോ. താരനൊക്കെ ഉണ്ടാ പോകും കേട്ടോ. പാപ്പുന് നല്ല ജിമ്മിൽ പോയി നല്ലപോലെ സെറ്റായിട്ട് ജിം വർക്കൗട്ട് കഴിഞ്ഞിട്ട് വന്നിരുന്ന് കുളിച്ചിട്ട് പറയോ ഇനി ഒരു ഉറക്കം. ഇനി കുളിക്കണ്ടല്ലോ, അത് രാവിലെ കുളിച്ചല്ല. അത് അങ്ങനെ തന്നെ വളരട്ടെ കൃതാവൊക്കെ. താടി സെറ്റ് ആക്കണം, എന്നിട്ട് വേണം മറ്റേ ഇതാക്കി എടുക്കാൻ. കുറച്ച് സാധനങ്ങൾ എടുക്കണം നമുക്ക് വീഡിയോസ്. ഓരോ വീഡിയോ ഇടുമ്പോ പാപ്പു ഇല്ലേന്നല്ലേ ചോദ്യം. അച്ഛൻ എന്ത് ശ്രീകുട്ടിക്ക് എനിക്ക് ഞാൻ തേക്കാം. ഇത് ടൂടായിട്ട് തേച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ തേക്കും ഒറ്റയ്ക്ക്. ഞാൻ തേക്കാണോ? തേച്ച് തരണോ? ഒരുമിച്ച് തേക്കുന്നത് ഇങ്ങനെ. നീ എന്താ കളിക്കുന്നോ? എന്റെ മുടിക്കകത്ത് അതിനകത്ത് ആകെ ഇച്ചിരി ഉള്ളു തലയോട്ട് ഇത്തിരിയേ ഉള്ളു, ബുദ്ധിയുമില്ല. അത് പറയണ്ട, ഞാൻ പറയാതിരിക്കുവായിരുന്നു. കൊച്ചിനെ ഉണ്ടാക്കി വെച്ചേക്കും. കാണിച്ചോട്. അയ്യോ, പ്രൊഡക്ഷൻ പ്രോബ്ലം എന്താ ചെയ്യാനാ. സാധനം കാലി അടുത്തെടുത്തുണ്ട്. ഓ നല്ല രസം. ഇങ്ങനെ അവരടുത്ത് എല്ലാ സ്കാൽപ്പിൽ ഫുൾ അങ്ങ് അപ്ലൈ ആയേക്കാം കേട്ടാ. ലാസ്റ്റ് നമുക്ക് വെള്ളം നനച്ച് നല്ല മസാജ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാൻ. അബിയൊക്കെ തേച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ അബിയക്ക് മുണ്ടുനീരായതുകൊണ്ട് നമ്മൾ ഇന്ന് ഒഴിവാക്കിയിരിക്കുന്നു അബിയെ. അതിന് പകരം നമ്മള് പാപ്പൂനെ കൊണ്ടുപോയി. ഇതിന്റെ യഥാർത്ഥ പേര് ഞാൻ മറന്നുപോയി. മുണ്ടുനീരിന് പകരം എന്തൊരു പറയുന്നത്? എന്ത് പേര് പാപ്പു? തൂണി നേരത്തെ ഉമിനീരെന്ന് പറയുന്ന കേട്ട്. നിങ്ങൾ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് പറ. തലയില് ഇത് തട്ടിയിട്ട് ഇവിടെ പൊങ്ങി കയറുമല്ലോ, അതിനെന്താ പറയണേന്ന് നിങ്ങൾ കമന്റ് ഇട്. മുണ്ടിനീരിന് ഞാൻ മുണ്ടുനീരെന്നാ പറയുന്നത്. ഇവരൊക്കെ എന്ത് പറയണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തുമ്പിലും കൂടിയ ഈ സാധനത്തിന് ഞാൻ മുണ്ടുനീരെന്ന് പറഞ്ഞ. വെള്ളം താരാതെ ഇരുന്ന് പനി പിടിക്കത്തില്ല.
മതിയടി മതി, ഇടയ്ക്കൊന്നും തേച്ചില്ലേ കുഴപ്പമില്ല. ഈ തുമ്പിലൊക്കെ നല്ലോണം തേച്ചു കൊടുക്കും. തുമ്പിലും സ്കാൽപ്പിലും. പപ്പടത്തിന്റെ മാവ് ഒഴിച്ച് തലേന്ന് തേച്ചതുണ്ട്. പക്ഷെ ഇത് കഴുകി കളയാൻ ഭയങ്കര പാടാണ്. പിറ്റേ ദിവസം നിങ്ങൾക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ തലേ ദിവസം ഇത് ചെയ്യരുത്. 2-3 ദിവസം മുന്നേ ചെയ്യണം. ഇതിന്റെ ഈ ചണ്ടിയൊക്കെ പിന്നെ പോത്തുള്ളൂ. പെതുക്കെ നമ്മൾ ചീകുമ്പോഴേ പോത്തുള്ളൂ. പക്ഷെ സാധനം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, അത് മാത്രം നോ കോംപ്രമൈസ്. നല്ല ഹെയർ ഫാളൊക്കെ ആണെങ്കിൽ വീക്കിലി 1 വീക്ക് 1 ടൈം യൂസ് ചെയ്യും. നല്ല ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ 2 വീക്സ് 3 വീക്സ് കൂടുമ്പോൾ ഒക്കെ ഒരു വട്ടം ട്രൈ ചെയ്താൽ മതി. പക്ഷെ ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ച് ഉപയോഗിക്കണ്ട. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണ്ട. പിന്നെ അതിനെന്തെങ്കിലും പറ്റിപ്പോയാ മതി മതി. പറ്റത്ത് നമ്മൾ 3 പൊട്ടകളന്ന് നമ്മൾ 3 പാക്ക് ഇട്ടിട്ട് ഇരിക്കുവാണ്. പിന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് ഒരുപാട് ഡ്രൈ ആക്കണ്ട, ഡ്രൈ ആക്കിയ വാഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പാപ്പൂനൊക്കെ തല ചൊറിയുന്നുണ്ട് ഗൈസ്. പേനൊക്കെ ഉള്ളത് ചാവുന്നതാണത്. ഞാൻ ഇനി ഇരിക്കണോന്ന് ഞാൻ പറഞ്ഞു വന്നിരുന്നോ. പേനൊക്കെ ഉണ്ട്, പോവും, ഡാൻഡ്രഫ് പോവും, ഹെയർ ഫാൾ ഉള്ളത് നിൽക്കും. ഒരുപാട് ഹെയർ ഫാൾ ഉള്ളവർക്ക് വീക്കിലി ഒരു വട്ടം ട്രൈ ചെയ്യാം. എടി നീ എപ്പോഴും തേക്കണേണല്ലോ. എപ്പോഴും തേക്കണല്ലേ? എപ്പോഴും തേക്കും. ഞാൻ ഉണ്ടാക്കി വെക്കണേ അവളെടുത്ത് തേക്കും. എന്നെ പോലുള്ള മടിച്ചുകൾക്ക് ഇത് പറ്റൂല കേട്ടോ. കാരണം കഴുകി കളയാനൊക്കെ ഒത്തിരി പാടാണ്. അതാണ് അവൾ ഉദ്ദേശിച്ചത് കേട്ടോ. പാപ്പു നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് നമുക്ക് തലയ്ക്ക് ഒരു തണുപ്പും ഒരു ലഹരി എന്ത് സാധനം. അത്ര ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്നെ കഴുകി തരണം ഇപ്പൊ. ഞാൻ തന്നെ കഴുകി കൊടുക്കണോ? വേറെന്താ, എത്ര ഉള്ളൂ. ഹെയർ പാക്ക് ഇതേ ഉള്ളൂ. പിന്നെ ഹെന്ന ചോദിക്കുന്നവർക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ട്രൈ ചെയ്യാം. ഹെന്ന പൗഡർ മേടിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം ഈ നമ്മളെ ഉലുവ വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തിട്ട് കറിവേപ്പില, മറ്റേ മൈലാഞ്ചി ഇല, സവോള, വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് നമ്മുടെ ഹെയർ പാക്ക് ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇല്ലേ കുട്ടികളെ? അപ്പോൾ ഗൈസ് നമ്മൾ വാഷ് ചെയ്തിട്ട് വന്ന കേട്ടോ. അതേ തരിതരിയായിട്ടിരിക്കുന്ന കണ്ടോ. ഇത്തിരി വാഷ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ നല്ല പൊളി റിസൾട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി ഇത് കഴുകുന്ന ടൈമിൽ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. ഷാമ്പൂ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തിരി മെനക്കെട്ടാണെങ്കിലും കഴുകിയെടുക്കുക. ദേ ഇങ്ങനെ തരിതരി കാണാൻ 2 ദിവസം കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ചീകി കളയുമ്പോൾ ഇത് പോത്തുള്ളൂ. 2 ദിവസം എടുക്കും എന്തായാലും. ഇപ്പോൾ നല്ല തിക്നെസ് ലെങ്തും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊക്കോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്താൽ മതി. നോർമൽ വെള്ളത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടി കഴിക്കാൻ മതി. നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എന്താ ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഫാൾ ഒരുപാടുള്ളവർ 4 വട്ടം മന്ത്ലി ട്രൈ ചെയ്യുക. ഓരോ വീക്ക് കൂടുമ്പോൾ ഓരോ വട്ടം. ആൻഡ് ഹെയർ ഫാൾ അധികമൊന്നുമില്ല, എന്നാൽ നല്ല തിക്നെസ്സൊക്കെ വരാനും വളരാനും ഒക്കെ വേണ്ടുള്ളവർ വീക്കിലി ചെയ്യണ്ട, 2 വീക്സ് കൂടുമ്പോൾ ഒക്കെ ചെയ്താൽ മതി. ഞാൻ 2 വീക്സ് ഒക്കെ കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഹെയറിന് ഞാൻ പറഞ്ഞതുപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഹെയർ സ്പ്രേ ട്രൈ ചെയ്തിട്ട് ഇട്ടതുപോലെ നിങ്ങൾ ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സംതൃപ്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളത് അറിയിക്കുക. ആൻഡ് ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID അഭിശ്രീ ഒഫീഷ്യലോ അല്ലെങ്കിൽ ശ്രീ അഭി ഒഫീഷ്യലോ ഇതിനകത്തോ നിങ്ങൾ കമൻറ്റ് ഇട്ട്, അല്ല എനിക്ക് പേഴ്സണൽ ടെക്സ്റ്റ് ആക്കിയാൽ മതി. ഞാൻ കാണുന്ന വിധം എല്ലാത്തിനും റിപ്ലൈ ചെയ്യാം. ആൻഡ് നമ്മുടെ കമൻറ്റിലൂടെ അറിയിച്ചാലും റിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തായാലും അപ്പൊ അത്ര ബൈ ബൈ.